ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാക്ടറിന്റെ ഫ്രണ്ട് ഗ്രില്ലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിതിൽ കേരള എന്നൊക്കെ എഴുതി പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ആദ്യം ന്യൂ പാർട്ട്. ഓക്കെ, ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ചിൽ സെൻറ്റർ ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ലൈൻ ചൂസ് ചെയ്യാം. സ്ട്രൈറ്റ് ലൈൻ ക്ലോസ്. ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ. സ്മാർട്ട് ഡയമെൻഷൻ 30 mm. 780 mm. വിഡ്ത്ത് വന്നിട്ട് 250 mm. ഓക്കെ, നേരെ നമുക്ക് മിറർ ഈ 3 ലൈൻ സെലക്ട് ചെയ്യാം. മിറർ അബൌട്ട് സെൻറ്റർ ലൈൻ. ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രോഡ് ബ്ലൈൻഡിൽ 270 mm. റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ, നമുക്ക് നേരെ 3D ഫില്ലറ്റ് 40 mm. ടോപ്പ് സൈഡ് ആൻഡ് ഡൗൺ സൈഡ്. ഓക്കെ കൊടുക്കാം. ഇനി ബാക്ക് സർഫേസ് എടുക്കാം. നോർമൽ ടു സ്കെച്ച് 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാം. നേരത്തെ പോലെ തന്നെ സെൻറ്റർ ലൈൻ ചൂസ് ചെയ്യാം. സെലക്ട് ലൈൻ, ക്ലോസ് ചെയ്യാം. സെലക്ട് സ്മാർട്ട് ഡയമെൻഷൻ 8 mm. സ്മാർട്ട് ഡയമെൻഷൻ. ഈ പോയിന്റ് സെൻട്രൽ പോയിന്റ് 20 mm. ദിസ് പോയിന്റ് സെൻട്രൽ പോയിന്റ് 20 mm. 20. വിഡ്ത്ത് വന്നിട്ട് 65 mm. അഗൈൻ മിറർ ഈ 3 ലൈൻ സെലക്ട് ചെയ്യാം. മിറർ അബൌട്ട് സെൻറ്റർ ലൈൻ. ഓക്കെ, നേരെ എക്സിറ്റ് സ്കെച്ച് കൊടുക്കാം. നമുക്ക് വേറെ ഒരു ഇതുണ്ട്. റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ഈ ടോപ്പിലുള്ള ഈ ലൈനുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. 1 2 3 4 എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. നേരെ കൺവേർട്ട് എൻറ്റിറ്റി, അതൊരു ലൈനായിട്ട് മാറും. കൺവേർട്ട് എൻറ്റിറ്റി, ഓഫ്സെറ്റ് എൻറ്റിറ്റി എടുക്കാം. ഈ ലൈൻ ചൂസ് ചെയ്യാം. സെലക്ട് ചൈൻ, റിവേഴ്സ് ഡയറക്ഷൻ 20 mm. ഓക്കെ, നേരെ ലൈൻ ചൂസ് ചെയ്യാം. ഈ ലൈനും ക്ലോസ് ചെയ്യാം. സെലക്ട്. ഓക്കെ, ഫീച്ചേഴ്സിൽ പോകാം. സ്വീപ്പ് ബോസ് ബേസ്. ആദ്യം ഈ ഡ്രോയിങ് സെലക്ട് ചെയ്യാം. നേരത്തെ ഫസ്റ്റ് ഡ്രോയിങ് സെലക്ട് ചെയ്യാം. സെക്കൻഡ് ഈ ലൈൻ ചൂസ് ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 2D എക്സ്പോഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കണക്ഷൻ പോലെയല്ല, ഒരു വിട്ട് സെപ്പറേറ്റ് നിൽക്കുന്ന പോലെയാണ്. അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. സ്കെച്ച്, കൺവേർട്ട് എൻറ്റിറ്റി, ഫീച്ചേഴ്സിൽ പോവുക. എക്സ്ട്രൂഡ്, ബ്ലൈൻഡ് മാറ്റിയിട്ട് അപ് ടു നെക്സ്റ്റ്. ഇപ്പോൾ കറക്റ്റായിട്ട് ജോയിൻ നിൽക്കുന്ന പോലെ ഉണ്ടാവും. മെർജ് റിസൾട്ട് ഓക്കെ കൊടുക്കാം. കറക്റ്റായിട്ട് മെർജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലറ്റ് ആക്കാൻ 3D ഫില്ലറ്റ് 80 mm. ഈ ലൈനും ചൂസ് ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് അഗൈൻ ഫില്ലറ്റ് 4 mm. ഓക്കെ, ഈ 2 ലൈനും ചൂസ് ചെയ്യാം. Okay.
ഫിലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡ് ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ഒരു 2D ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാം. ലൈൻ, സ്ട്രൈറ്റ് ലൈൻ എടുക്കാം. ക്ലോസ് ചെയ്യാം. സെലക്ട് സ്മാർട്ട് ഡയമെൻഷൻ. ടോപ്പിലത്തെ 160 mm. സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. 160 mm. ഓക്കെ. ഡൗൺ സൈഡ് 120 mm. ഓക്കെ. ഈ പോയിന്റ് തൊട്ടിട്ട് ഈ പോയിന്റ് വരെ ക്യാൻസൽ. നമുക്ക് ഇത് ക്യാൻസൽ കൊടുക്കാം. മിഡ് പോയിന്റ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ലൈൻ തൊട്ടിട്ട് ഈ പോയിന്റ് വരെ 410 mm, 410 mm. vertical. Horizontal. ഓക്കെ. നേരെ ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് കട്ട്. ഈ ഫേസ് ഈ 3 ഡ്രോയിങ് സെലക്ട് ചെയ്യാം. ത്രൂ ആൾ. ഓക്കെ കൊടുക്കാം. കട്ടായിട്ടുണ്ട്. അഗൈൻ സൈഡ് ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ഈ ലൈൻ ചൂസ് ചെയ്യാം. കൺവേർട്ട് ഓഫ്സെറ്റ് എൻറ്റിറ്റി. Convert entity. Again offset entity. This line 20 mm offset. Okay കൊടുക്കാം. ഓക്കെ. ലൈൻ ചൂസ് ചെയ്യാം. നമുക്കിത് ക്ലോസ് ചെയ്ത് വിടാം. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെയും ക്ലോസ് ചെയ്യാം. ട്രിം ചെയ്യാം ഈ ആവശ്യമില്ലാത്തൊരു ലൈൻ. ഓക്കെ. ഓക്കെ. നേരെ ഫീച്ചേഴ്സിൽ പോവുക. എക്സ്ട്രൂഡ് 5 mm. ഓക്കെ. നേരെ റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം. മിറർ ഈ സൈഡിലുള്ള എക്സ്പോസർ സെലക്ട് ചെയ്യുക. ഓക്കെ. അവിടെ 3D ഫില്ലേറ്റ് 3.5 mm. ഈ കോർണർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള കോർണർ. ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷെൽ. ഗോ ടു ഷെൽ. 3 ഫേസ് സെലക്ട് ചെയ്യാം. 3 mm. ഓക്കെ. ഷെല്ലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹോളോ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പ്ലെയിൻ നോർമൽ ടു സ്കെച്ച്. സെൻട്രൽ ലൈൻ ചൂസ് ചെയ്യാം. ഈ സെൻറ്ററിലേക്ക് സെലക്ട്. എഗെയിൻ ഒരു സെൻറ്റർ ലൈൻ. സെൻറ്ററിലേക്ക്. ഓക്കെ. കോർണർ റെക്റ്റാങ്കിൾ. ഫേസിലേക്ക് സ്മാർട്ട് ഡയമെൻഷൻ 75 mm. ഓക്കെ. നമുക്ക് സ്ലോട്ട് സെൻട്രൽ പോയിന്റ് സ്ലോട്ട്. ഓക്കെ. അഗൈൻ സെൻട്രൽ പോയിന്റ് സ്ലോട്ട്. ഓക്കെ. സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. 360 mm. 360 mm. ആർക്കിൻ്റെ റേഡിയസ് 12.5 mm. 12.5 mm. ഓക്കെ.
ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ്, കട്ട്, മിഡ് പ്ലെയിൻ, ബോത്ത് ഡയറക്ഷനിൽ. ഓക്കെ, കട്ടായിട്ടുണ്ട്. ഏകദേശമുള്ള അതിൻ്റെ ഹോളോ പാർട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അഗെയിൻ ഫ്രണ്ട് പ്ലെയിൻ, നോർമൽ ടു സ്കെച്ച്, അഗെയിൻ സെൻറ്റർ പോയിന്റ് സ്ലോട്ട്, സ്മാർട്ട് ഡയമെൻഷൻ 12.5. ഈ ആർക്കും ഈ ലൈനും സെലക്ട് ചെയ്യാം. ടാൻജന്റ് റിലേഷൻ, ഓക്കെ. സ്മാർട്ട് ഡയമെൻഷൻ ഈ ലൈനും കോർണർ ലൈനും 40 mm ഡിസ്റ്റൻസ്, ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ്, കട്ട്, ഡയറക്ഷൻ 2 75 mm, mm 79 80 mm, ഓക്കെ. ഇനി നമുക്ക് പാറ്റേൺ, ലീനിയർ പാറ്റേൺ ഡയറക്ഷനായിട്ട് ഈ ലൈൻ ചൂസ് ചെയ്യാം. 50 mm ഡിസ്റ്റൻസ്, ഓക്കെ. 8 നമ്പേഴ്സ്, ഓക്കെ കൊടുക്കാം. അഗെയിൻ റൈറ്റ് പ്ലെയിൻ, മിററിൽ ഈ പാറ്റേൺ ചൂസ് ചെയ്യാം. ആൻഡ് എക്സ്ട്രൂഡ് കട്ട് രണ്ടെണ്ണം ചൂസ് ചെയ്തോടാം. ഓക്കെ, കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ ലൈൻ ചൂസ് ചെയ്യാം. ഫ്രണ്ട് പ്ലെയിൻ, നോർമൽ ടു സ്കെച്ച്, സെൻറ്റർ ലൈൻ ചൂസ് ചെയ്യാം. ഈ ലൈൻ തൊട്ടിട്ട് ഈ ലൈൻ വരെ ഒരു സ്ട്രൈറ്റ് സെൻറ്റർ ലൈൻ സെലക്ട്. നമുക്കിവിടെ ഡയറക്ഷനായിട്ട് ഈ ലൈൻ ചൂസ് ചെയ്യാം. ടെക്സ്റ്റ് ക്യാപ്സിലൊക്കെ അടിച്ചിട്ട് കേരള യൂസ് ഡോക്യുമെന്റ് അത് മാറ്റിയിട്ട് നമുക്ക് ബോൾഡ്, പോയിന്റ് 72, ഓക്കെ. ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സ് എക്സ്ട്രൂഡ് 40 mm, 35 mm, ഓക്കെ. കേരള എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ബോഡിയും സെലക്ട് ചെയ്യാം. അപ്പിയറൻസിൽ പോവാം. ഗ്രീൻ കളർ ചൂസ് ചെയ്യാം. ഓക്കെ. വ്യൂവിൽ പ്ലെയിൻ വൈറ്റ്. അഗെയിൻ നമുക്ക് ഈ ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യാം. അപ്പിയറൻസ് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കൊടുക്കാം. വൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. നമ്മുടെ ട്രാക്ടറിൻ്റെ ഗ്രില്ല് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഫ്രണ്ട് ഗ്രിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.